2 ജീവനക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ സ്ഥലത്താണിപ്പോൾ പ്രതി നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ അതിനകത്ത് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കേണ്ട ആ തകർത്ത വാതിലിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്യാഷ് കൗണ്ടറിൻ്റെ ഭാഗം നമുക്ക് കാണാനാകും. 2 ഉദ്യോഗസ്ഥരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം അയാൾ 15 ലക്ഷം രൂപ താൻ കരുതിയിരുന്ന ബാഗിലേക്ക് നിക്ഷേപിക്കുന്നതിൻ്റെ ആ ഭാഗം അയാൾ പോലീസുകാർ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് സംബന്ധിച്ച 3 മിനിറ്റ് മാത്രം എടുത്ത ഒരു ബാങ്ക് കവർച്ച എന്നത് വളരെ വിചിത്രവും എന്നാൽ സാഹസികവും അല്പം രസകരവുമായി തോന്നും. ഒരു കറിക്കത്തിയുമായി എത്തി 15 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ ഒരു കവർച്ചക്കാരൻ 3 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ ബാങ്കിൽ തെളിവെടുപ്പിനായി വന്നിരിക്കും. തികച്ചും 3 കിലോമീറ്റർ മാത്രം അകലെ താമസിച്ചുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി അയാൾ കഴിഞ്ഞ 3 ദിവസവും കഴിയുകയായിരുന്നു. ഇന്നലെ അയാൾ പോലീസിന്റെ പിടിയിലാവുന്നത്. അന്ന് ആ ഡൈനിങ് റൂമിൽ പൂട്ടിയിട്ട 2 പേരടക്കം തീർച്ചയായും സുജയ, ഇപ്പോൾ ബാങ്കിൽ ജീവനക്കാരുണ്ട്. അന്ന് ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരുണ്ട്. മാത്രമല്ല കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ 2 ജീവനക്കാരുണ്ട്. അവർ എന്താണ് സംഭവിച്ചതെന്ന് പ്രതിയുടെ സാന്നിധ്യത്തിൽ വിവരിക്കുകയാണ് പോലീസിനോട്. അതോടൊപ്പം തന്നെ പ്രതി എന്താണ് ചെയ്തതെന്ന് പ്രതി തന്നെ പോലീസിനോട് വ്യക്തമാക്കുകയാണ്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും കെട്ടുപരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു അപൂർവമായ ഒരു ബാങ്ക് കവർച്ച എന്ന് പറയേണ്ടി വരും. ബാങ്ക് കവർച്ച നടത്തി 3 കിലോമീറ്ററിനപ്പുറത്ത് സുഖസുന്ദരമായി 3 ദിവസം ഈ കവർച്ചക്കാരൻ കഴിഞ്ഞിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അയാൾ കഴിഞ്ഞിരുന്നു. ഒരിക്കലും തന്നെ പിടിക്കില്ലെന്ന ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ ആത്മവിശ്വാസമെല്ലാം തകർന്നു പോയത് പോലീസ് സംഘം വീടിനകത്തേക്ക് വൈകിട്ട് 5:30 വന്ന് കയറുമ്പോഴാണ് അയാൾ ഞെട്ടിപ്പോകുന്നത്. താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ്. താൻ പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അയാൾ പോലീസുകാരോട് അപ്പോൾ തന്നെ പറയുന്നു. അത്തരത്തിലൊരു അപൂർവമായ ഒരു കവർച്ച കഥ കൂടിയാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു അവതരണം, അതിൻ്റെ ഒരു ചിത്രീകരണം, അതിൻ്റെ തെളിവെടുപ്പാണ് ഇപ്പോൾ കോട്ട പള്ളിക്ക് ഓപ്പോസിറ്റുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ആ ഡോർ തകർത്തുകൊണ്ട് ഇടത്തെ ഭാഗത്താണ് ക്യാഷ് കൗണ്ടർ ഉള്ളത്. വലത്തെ ഭാഗത്താണ് ക്യാഷ് കൗണ്ടർ ഉള്ളത്. ഇടത്തെ ഭാഗത്ത് റൂമിലേക്ക് 2 ഉദ്യോഗസ്ഥരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി അയാൾ അകത്തേക്ക് പോകുന്നു. അയാൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ തന്നെ ജീവനക്കാർ ഭയത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. അതിനുശേഷം സമീപത്തുള്ള ക്യാഷ് കൗണ്ടറിൻ്റെ ജനാലച്ചില്ലുകൾ അയാൾ വാതിൽ അടിഭാഗം അധികം ചില്ലുകൾ അയാൾ തകർത്തു. അതിനുശേഷം അകത്ത് കയറുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബാഗിൽ കരുതിയിരുന്ന 15 ലക്ഷം രൂപ ബാഗിലേക്ക് ഇടുന്നു. തൻ്റെ കയ്യിൽ കരുതുന്ന ബാഗിലേക്ക് ഇടുന്നു. ഉടനെ തന്നെ അയാൾ പുറത്തു പോകുന്നു. ഇതിന് അയാൾ മറുപടി നൽകിയത് 45 ലക്ഷത്തിലധികം ടേബിളിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് 15 ലക്ഷം മാത്രം എടുത്തു എന്ന ചോദ്യത്തിന് അയാൾ മറുപടി പറയുന്നത് പുറത്ത് മൊബൈലിൽ സംസാരിക്കുന്നത് കേട്ടു. ആളുകൾ കൂടുതൽ വരാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട് അയാൾ പെട്ടെന്ന് തന്നെ പകച്ചു. അതിനുശേഷം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം അയാൾ കടന്നുപോയ വഴികളിലെല്ലാം തന്നെയുള്ള CCTV ദൃശ്യങ്ങൾ നാം രാവിലെ മുതൽ നൽകുകയാണ്. 3 മിനിറ്റിനുള്ളിൽ വസ്ത്രം മാറുന്നു. അതിനുശേഷം വീണ്ടും വസ്ത്രം മാറുന്നു. വളരെ സുരക്ഷിതമായി ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തോടുകൂടി താൻ നടത്തിയ കവർച്ചയിലുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇന്നലെ വീട്ടിൽ കുടുംബ സമ്മേളനത്തിന് പോലും വേദിയൊരുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയത്. ഇത്രയേറെ ഒരു കവർച്ച നടത്തി കേരളം മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി വെറും 3 കിലോമീറ്റർ അപ്പുറത്ത് സ്വന്തം വീട്ടിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പ്രതിയിരുന്നത്. പക്ഷേ 5:30 സ്ഥിതി ആകെ മാറിമറിഞ്ഞു. 2:30 വീട്ടിൽ കുടുംബ സമ്മേളനം നടക്കുമ്പോഴും അയാൾ പറഞ്ഞത് പ്രതികൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും, പ്രതികൾ ഇവിടെയില്ല എന്നാണ്. അവിടെ ആ കുടുംബ സമ്മേളനത്തിൽ പങ്കെടുത്ത പുരോഹിതനോട് ഇയാൾ യഥാർത്ഥ പ്രതി പറയുന്നത് എന്ന് പറയുമ്പോൾ അയാളുടെ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടി എത്രയെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ എല്ലാ ആത്മവിശ്വാസവും അവസാനിച്ചത് 5:30 തൻ്റെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ പോലീസ് സംഘത്തെ കണ്ടാണ്. അതോടുകൂടി അയാൾ തകർന്നു പോയി. ഇപ്പോൾ തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രതി ഇപ്പോൾ വീണ്ടും പട്ടാപ്പകലാണ് ആ ബാങ്കിലെ ലഞ്ച് ബ്രേക്ക് ടൈം അടക്കം കൃത്യമായി നോക്കി വെച്ച് കവർച്ച നടത്താൻ വരികയായിരുന്നു റിജോ, അല്ലേ? തീർച്ചയായും സുജയ, തീർച്ചയായും അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അയാൾ നിരീക്ഷണം നടത്തി. അതിനു മുമ്പ് ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി അയാൾ വന്നു. പക്ഷേ പുറത്ത് പോലീസ് ജീപ്പ് കണ്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് പോയി. ഇത്തരത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വിചിത്രവും കൗതുകവും എന്നാൽ ഒരുപോലെ തന്നെ പോലീസിനെ കുറച്ച് മണിക്കൂറുകളെങ്കിലും വലിയ ആശങ്കയിലുമാക്കിയ ഒരു കവർച്ചയാണ് സത്യത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:16 ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വെച്ച് കണ്ടത്. വളരെ വളരെ നിസ്സാരമായി വന്ന് വളരെ ഒരു മനോവിക്ഷോഭമില്ലാതെ വളരെ ശാന്തമായ
ശരീരഭാഷയുമായി വന്ന് ഒരു സ്കൂട്ടറിൽ വന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ബാങ്കിലേക്ക് കടന്ന് 2 ജീവനക്കാരെ വളരെ എളുപ്പത്തിൽ തന്നെ കത്തി കാട്ടിച്ച് ഭീഷണിപ്പെടുത്തി ഉടനെ തന്നെ അവരെ മുറിയിലേക്ക് അകത്ത് കയറ്റുന്നു. തുടർന്ന് കൗണ്ടറിൻ്റെ ചില്ലുകൾ തകർത്ത് 15 ലക്ഷം രൂപ ബാഗിലിട്ടുകൊണ്ട് കടന്നു പോകുന്ന അസാധാരണമായ എന്നാൽ നിസ്സാരമായ കാഴ്ചയിൽ കൗതുകമുണർത്തുന്ന ഒരു കവർച്ചയ്ക്കാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഈ പറയുന്ന ഇപ്പോൾ നാം ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ സാക്ഷ്യം വഹിച്ചത്. ആ സാക്ഷ്യം വഹിച്ചതിൻ്റെ ഒരു പുനരവതരണമാണ് ഇപ്പോൾ പോലീസ് ഇവിടെ നടത്തുന്നത്. അതായത് തെളിവെടുപ്പാണ് ഇവിടെ നടത്തുന്നത്. ഏത് രീതിയിലാണ് താൻ കവർച്ച നടത്തിയതെന്ന് പ്രതി പോലീസിനോട് വിവരിക്കുന്നു. പോലീസിന് മുമ്പിൽ ഇത് വിവരണവും പോലീസും അത് ചിത്രീകരിക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് ഇതിന് സാക്ഷികളായ ഇതിനെ ഭയന്ന് മുറിക്കകത്ത് കയറിയ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രതിയുടെ സാന്നിധ്യത്തിൽ വെച്ച് സാക്ഷികളും മൊഴികളും അതോടൊപ്പം തന്നെ പ്രതിയും പരസ്പരം എന്ത് സംഭവിച്ചു എന്ന ഒരു പുനരവതരണം ഇപ്പോൾ ബാങ്കിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തെളിവെടുപ്പിന് ശേഷം ഇയാളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പോലീസ് അടുത്തത്. അതോടുകൂടി ഏതാണ്ട് തെളിവെടുപ്പ് പൂർത്തിയാകും. അതിനുശേഷം ഇയാൾ കടന്നുപോയ വഴികളിലൂടെയെല്ലാം, അതായത് ദേശീയപാതയുടെ ഓരത്തിലൂടെ, ഇടവഴികളിലൂടെ, ഇയാൾ വസ്ത്രം മാറിയ വഴികളിലൂടെ, ഇയാൾ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച വഴികളിലൂടെ എല്ലാം പോലീസ് കടന്നുപോകും. ഏതായാലും ഒരു ആശ്വാസം എന്ന് പറയേണ്ടി വരും. കാരണം ഒരു കവർച്ച നടത്തി 3 കിലോമീറ്ററിനപ്പുറത്ത് സുരക്ഷിതമായി വളരെ ശാന്തതയോടുകൂടി കഴിയുന്ന ഒരു പ്രതിയെ പോലീസിനൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു കവർച്ച നടന്നിരിക്കുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ പ്രതിയെയും കൊണ്ട് പോലീസ് പുറത്തു വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ പ്രതിയെയും കൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഏകദേശം 5-6 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. കാരണം 3 മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തി പുറത്തു കടന്ന പ്രതിയെ 6 മിനിറ്റിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഏതായാലും അടുത്തത് അയാൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി തന്നെ അയാളെ വീട്ടിലെത്തിച്ച് വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു. അല്പം മുമ്പ് ഇയാൾ ഈ കവർച്ചാ പണത്തിൻ്റെ 2,94,000 രൂപ കൈമാറിയ ആളുടെ വീട്ടിലേക്ക് എത്തിച്ച പൈസ അവിടെ നിന്ന് കണ്ടെടുത്തത്. അയാളിൽ നിന്ന് കടം വാങ്ങിയതിനു ശേഷം പിന്നീട് കവർച്ച ചെയ്ത് കിട്ടിയ പണം തിരിച്ചു കൊടുക്കാനായിരുന്നു അയാൾ പോയത്. അതുമായി ബന്ധപ്പെട്ട ഒരു സീസിംഗ് ഇന്ന് പോലീസ് നടത്തിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ അയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ 15 ലക്ഷത്തിൽ 12 ലക്ഷം രൂപ വീട്ടിൽ നിന്നും 2,94,000 രൂപ ഇയാൾ കടം വാങ്ങി തിരിച്ചു കൊടുത്തവരിൽ നിന്നും 2,90,000 രൂപ കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തവരുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്.